ഹലോ, സജിതയാണ്. അപ്പം നമ്മൾ തായ്ലൻഡിലെ നൂനോച്ച് ഗാർഡനിലെ സൈറ്റ് സീയിങ്ങിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് ഗാർഡനിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും ഫുള്ള്, നമ്മളൊരു വണ്ടിയിൽ പോകുമ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ ഫുള്ളായിട്ട് ഗാർഡനാണ്. അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഏത് സൈഡിലേക്ക് നോക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഈ സൈഡിൽ നോക്കുമ്പോൾ ആ സൈഡിൽ നല്ലത്, ആ സൈഡിൽ നോക്കുമ്പോൾ ഈ സൈഡിൽ നമ്മൾ കണ്ടിട്ട് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച എന്നൊക്കെ പറയില്ലേ, അതാണ്. അടിപൊളി കാഴ്ചയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചൊന്നും അങ്ങനെ ഗാർഡനേ ഉണ്ടാവുള്ളൂ എന്ന്. കുറച്ചങ്ങ് ചെന്നപ്പോഴാണ് രസം കാണുന്നത്. ഇതൊന്നും അല്ല രസം, അതിനെ കാണാൻ പോണേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ രസം എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും നിറച്ച് പല വിധത്തിലുള്ള അനിമൽസിൻ്റെ സ്റ്റാച്ചു എന്ന് തന്നെയല്ലേ പറയാം. അനിമൽസിനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഫുള്ള് ഒരു കിലോമീറ്ററുകൾ, എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല, കിലോമീറ്ററുകളോളം എല്ലാം ഞാൻ ഈ ജനിച്ചിട്ട് കണ്ടിട്ടും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് അനിമൽസിൻ്റെ പല 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 സ്റ്റാച്ചുകൾ. സത്യം പറഞ്ഞാൽ എങ്ങോട്ട് നോക്കണം എന്നറിയാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഏത് സൈഡിൽ നോക്കിയാലും ഇങ്ങനത്തെ കാഴ്ചകളാണ്. അങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. കുറേ ഇങ്ങോട്ട് വരുന്ന വീഡിയോ എടുക്കും, കുറേ അവിടെ നിന്ന് വീഡിയോ എടുക്കും. അനിമൽസിൻ്റെ മാത്രമല്ല, ബേർഡ്സിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുറേ കട്ട് ചെയ്തിട്ടാണ് ഇത്രയാക്കിയത്. ഇതിൽ നിന്ന് എനിക്കൊന്നും കളയാൻ തോന്നുന്നില്ല, കാരണം അത്രയും ഭംഗിയായിട്ടിരിക്കുകയാണ് ഇവിടേക്ക്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് ഡൈനോസറായിരുന്നു, പല സൈസിലുള്ള ഡൈനോസറുകൾ. അങ്ങനെ കിലോമീറ്ററുകളോളം നമ്മളതെല്ലാം കണ്ടിട്ട് നമ്മളിതിൻ്റെ ഒരു മെയിൻ സ്പോട്ടിലെത്തി. ഇവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് കാണുന്നത്. ഇവിടെ നമ്മൾ എല്ലാവരും ഇറങ്ങിയിട്ടാണ് കാണുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഡൈനോസറുകളുടെ ഹൈറ്റ് എന്തോ വലിയൊരു ഹൈറ്റിലാണെന്നുണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിറച്ച് ഒന്നോ രണ്ടോ ഒന്നും അല്ലല്ലോ, ഇഷ്ടം പോലെ ഡൈനോസേഴ്സ്. ഇത് കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കാൻ വർഷങ്ങളോളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റം ഉണ്ടാക്കണമെങ്കിൽ ഇവർ എത്ര വർഷം എടുത്തിട്ടുണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിവിടെ അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോവുകയാണ്. പോണത് വേറെ വഴിയിൽ തന്നെയാണ്. ഈ പോണ വഴിയിലെല്ലാം ഇതുപോലത്തെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടിട്ട് മടുത്തു. ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പാവുമല്ലോ. പിന്നെ അതിനൊന്നൊരു പുതുമയില്ലാതെയായിപ്പോയി. പിന്നെ ഞങ്ങൾ കാർ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ കാർ മ്യൂസിയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാർ മ്യൂസിയം എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കാറുകൾ, ഞാൻ ഇതുവരെ ജനിച്ചിട്ട് കാണാത്ത ടൈപ്പ് കാറുകളൊക്കെയാണ്. എന്തൊക്കെ ടൈപ്പ് കാർ, എനിക്കതിൻ്റെ ഒന്നും സത്യം പറഞ്ഞാൽ പേര് പോലും പറയാനറിയില്ല. അത്രയും ടൈപ്പ് ഡിഫറെൻറ്റ് കാറുകൾ. അങ്ങനെ ന്യൂനൂഷ് ഗാർഡനിൽ നമുക്കിപ്പോൾ ലാസ്റ്റ് കാണാനുള്ളതാണ് ഈ കാർ മ്യൂസിയം. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഇവിടെ കുറച്ച് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബിഗ് ബുദ്ധ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ പോയത്. ഇതിൻ്റെ അടുത്ത ആൾക്കാരൊക്കെ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് വന്ന് ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷായി താഴെ വന്ന് ഞങ്ങളുടെ കൂടെ വന്നൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ ഒരു സെലിബ്രേഷനും കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിരുന്നു. പിന്നെ അപ്പോൾ അങ്ങനെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വാക്കിംഗ് സ്ട്രീറ്റ് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും സ്വപ്നയും കൂടെ അവരുടെ വലിയ 2 ആൺകുട്ടികളാണ്, അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റ് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആണുങ്ങളെല്ലാം ഇന്നലെ രാത്രി പോയതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ആരും കൂട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തായ്ലൻഡ് പട്ടായ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു ഇതുണ്ടല്ലോ, അത് ആ ഏരിയ ഇതാണ്. ഇതൊരു 1 കിലോമീറ്റർ പോലും ഇല്ലാത്തൊരു ഏരിയയാണിത്. ഈ സ്ട്രീറ്റിലാണ് ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഈ സ്ട്രീറ്റിൽ നമ്മൾ പെണ്ണുങ്ങൾ പോയാലും ഒരു പ്രശ്നമില്ല, നമ്മളാരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഇതിപ്പോൾ ഈ ഓരോ പോസ്റ്റർ ഇപ്പോൾ ഒരാളെ കാണിച്ചുകൊണ്ട് പോയത് കണ്ടില്ലേ, അതൊക്കെയെന്ന് വെച്ചാൽ അവർ ലൈവ് ഷോ ഉണ്ട്, കാണണമെങ്കിൽ വരാൻ പറഞ്ഞിട്ട് വിളിക്കണം. നമുക്ക് താല്പര്യത്തിലേക്ക് നമ്മൾ പോകണ്ട. ഇവിടെ ലേഡീസ്, ഫാമിലീസ്, കുട്ടികളെയും കൊണ്ടെല്ലാം പോകുന്നുണ്ട്. നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യണില്ല. ഇവിടെ ജെൻസിനോട് ഓരോന്ന് ചോദിക്കും, അവർക്ക് വേണ്ടെങ്കിൽ നോ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അവിടെ ഇവർക്ക് നമ്മൾ വീഡിയോ എടുക്കണമെന്ന് അവർക്ക് ഇഷ്ടമല്ല. അവർ വീഡിയോ എടുക്കണ്ട പറയുന്നുണ്ടല്ലേ, അവർക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. ഇത് കണ്ടില്ലേ, ഒരു ഗെയിമാണിത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്യാനും, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കണ്ട കേട്ടോ. ഇത് കറക്റ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലേക്കാണ് അവർ വീഴുക. ഈ പെൺകുട്ടി എറിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് അവർ വീണു. ഇതൊരു ഡാൻസ് ബാറാണ്. ഇങ്ങനത്തെ ഒരുപാട് ബാറൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ നമുക്ക് അവർക്കൊന്നും ഞങ്ങൾ പോയില്ല. ഇത് ഞങ്ങൾ പോണ വഴിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് കയറി, ജസ്റ്റ് ഒന്ന് അവിടെ കണ്ട് ഞങ്ങളവിടെ ഇരുന്നതൊന്നുമില്ല, ഞങ്ങൾ അപ്പോഴേ ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളും കറങ്ങി കണ്ട്, വഴിയിൽ കുറേ ഫുഡ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി എല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോവുകയാണ്. അപ്പോൾ പട്ടായിലെ ദിവസം ഇന്നത്തേൽ തീരുകയാണ്. നാളെ രാവിലെ ഞങ്ങൾ ബാങ്കോക്ക് പോകും. പോണ വഴിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നേരെ ബാങ്കോക്ക് പോകും. നാളെയും മറ്റന്നാളും ബാങ്കോക്കിലാണ്. അപ്പം നെക്സ്റ്റ് വ്ലോഗ് നമ്മുടെ ബാങ്കോക്കിലതാണ്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട കേട്ടോ.